ക്ലാസ്സിൽ 2024 നടന്ന പൊതുപരീക്ഷ താരീഖിൻ്റെയും അഖ്ലാഖിൻ്റെയും ചോദ്യപേപ്പറാണിത്. താരീഖും അഖ്ലാഖും ഒരുമിച്ചാണ് പരീക്ഷ നടക്കാറ്. മാർക്ക് 100. 5ാം ക്ലാസ്സിലെ കഴിഞ്ഞ 3 വർഷത്തെ പൊതുപരീക്ഷയുടെ എല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പറിൻ്റെ വിശദമായ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ചോദ്യപേപ്പർ നോക്കാം. ശരി അടയാളപ്പെടുത്തുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ താമസിച്ച വീട്. ഫാത്തിമ ബീവിയുടെ, ആയിഷ ബീവിയുടെ, മൈമൂന ബീവിയുടെ. ശരി ഉത്തരം ആയിഷ ബീവിയുടെ. 2. നമ്മുടെ മദ്ഹബിൻ്റെ പേര്. ഷാഫി, മാലിക്കി, ഹംബലി. ശരി ഉത്തരം ഷാഫി. 3. ബദർ യുദ്ധം നടന്ന മാസം. റമളാനിൽ, ഷവ്വാലിൽ, റജബിൽ. ശരി ഉത്തരം റമളാനിൽ. ഹിജ്റ 2ാം വർഷം റമളാനിലാണ് ബദർ യുദ്ധം നടന്നത്. 4. വലിയ പാപങ്ങളിൽപ്പെട്ടത്. വഞ്ചന, വ്യഭിചാരം, ചാരപ്പണി. വലിയ പാപങ്ങൾ: അസ്സരിക്കത്തു മോഷണം, അൽ ഖത്ലു കൊലപാതകം, അസ്സിന വ്യഭിചാരം. ശരി ഉത്തരം വ്യഭിചാരം. 5. സൽ സ്വഭാവത്തിൽപ്പെട്ടതാണ്. നോമ്പ്, സക്കാത്ത്, സത്യസന്ധത. ശരി ഉത്തരം സത്യസന്ധത. 6. അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കും. വിശപ്പ്, ദേഷ്യം, സഹനം. ശരി ഉത്തരം വിശപ്പ്. ഉത്തരം എഴുതുക. 1. മൂത്തത്ത് യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സ്വഹാബി. ശരി ഉത്തരം ജഅഫർ റളിയല്ലാഹു അൻഹു. ജഅഫർ റളിയല്ലാഹു അൻഹുവിന് അന്ന് സുന്നത്ത് നോമ്പായിരുന്നു. മൂത്തത്ത് യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സ്വഹാബി ജഅഫർ റളിയല്ലാഹു അൻഹു. 2. ഉഹദ് യുദ്ധം നടന്നത് ഏത് മാസത്തിൽ? ഉഹദ് യുദ്ധം നടന്നത് ഹിജ്റ 3ാം വർഷം ഷവ്വാൽ മാസം 15-നാണ്. ഏത് മാസത്തിൽ എന്ന് ചോദിച്ചാൽ ഷവ്വാൽ മാസത്തിൽ. 3. വിപത്തുകൾ സംഭവിച്ചാൽ എന്ത് ചൊല്ലണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 4. ശുക്ർ എന്നാൽ എന്ത്? ഉത്തരം ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. അതാണ് ശുക്ർ. ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കുക. 5. ദേശസ്നേഹം ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? ശരി ഉത്തരം സത്യവിശ്വാസിയുടെ. സത്യവിശ്വാസിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാത്ത യുദ്ധങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് സരിയത്ത് എന്ന് പറയുന്നു. ഉത്തരം സരിയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്ത യുദ്ധങ്ങൾക്ക് അസ്വത്ത് എന്നും പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് സരിയത്ത് എന്നും പറയുന്നു. പൂരിപ്പിക്കുക. ഇന്നല്ലാഹ യഖ്ബലു ഡേഷ് മാലം യുവർ ഇർ. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുവർ ഇർ. പശ്ചാത്തപിക്കാൻ മറക്കരുത്, മടിക്കരുത് എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്താത്ത കാലത്തോളം നിശ്ചയം അടിമയുടെ തൗബ അള്ളാഹു സ്വീകരിക്കും. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാലം യുവർ ഇർ. 2. അൻ തഅബ്ദു റബ്ബക കഅന്നക ഡേഷ് ഫഇല്ലം തകുൻ ഡേഷ് ഫഇന്നഹു യറാക. അൻ തഅബ്ദു റബ്ബക കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ആത്മാർത്ഥത വാക്കിലും പ്രവൃത്തിയിലും എന്നുള്ള പാഠത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം നീ അള്ളാഹുവിനെ കാണും പോലെ അവനെ ഇബാദത്ത് ചെയ്യുക. അവനെ നീ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. 3. ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ഡേഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 4. ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് ഡേഷ് ഉണ്ടായിട്ടുണ്ട്. ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എഴുതേണ്ടത് നിരവധി നേട്ടങ്ങൾ. യോജിപ്പിക്കുക. ബ്രാക്കറ്റിൽ തന്നത് ഇൽമ പഠിക്കുക, നാവ്, സിന, 70 പേർ യഹൂദികൾ. 1. മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് ഡേഷ്. മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് നാവ്. 2. കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഇൽമ പഠിക്കുക. 3.
സത്യവിശ്വാസിയുടെ ഈമാനിന് കോട്ടം തട്ടുന്ന വൻ കുറ്റം. സത്യവിശ്വാസിയുടെ ഈമാനിന് കോട്ടം തട്ടുന്ന വൻ കുറ്റം സിന. 4. ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ. ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ യഹൂദികൾ. 5. ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ. ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ 70 പേർ. അബൂജഹൽ അടക്കം 70 പേർ കൊല്ലപ്പെട്ടു. ഹിജ്റ വർഷം എഴുതുക. 1. ബദർ യുദ്ധം നടന്നത്. ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷം. ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ബദർ യുദ്ധം ചോദിക്കാറുണ്ട്. ഹിജ്റ 2-ാം വർഷം. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. നബി തങ്ങൾ വഫാത്തായത് ഹിജ്റ 11-ാം വർഷം. ഹിജ്റ 11-ാം വർഷം. 3. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 179. ഹിജ്റ 179. 4. മക്ക വിജയം നടന്നത്. മക്ക വിജയം നടന്നത് ഹിജ്റ 8-ാം വർഷം. ഹിജ്റ 8-ാം വർഷം റമളാനിലായിരുന്നു. ഹിജ്റ വർഷം 8. ഹിജ്റ 8-ാം വർഷമാണ് മക്ക വിജയം നടന്നത്. സാരം എഴുതുക. അർത്ഥം എഴുതാനുള്ളതാണ്. 1. ഖദ് അഫ്ലഹ മൻ സക്കാഹ. അർത്ഥം എഴുതാനുള്ളതാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഹൃദയം സംശുദ്ധമാവട്ടെ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം. അതിൻ്റെ അർത്ഥം നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു. നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു. ഖദ് അഫ്ലഹ മൻ സക്കാഹ. നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു. 2. അഫല അകൂന അബ്ദൻ ഷക്കൂറ. അതിൻ്റെ അർത്ഥം ഞാൻ ഒരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിഷ ബീവി ചോദിച്ചു, പാപസുരക്ഷിതരായ തങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അഫല അകൂന അബ്ദൻ ഷക്കൂറ. നന്ദി കാണിച്ച് നല്ലവനാവുക എന്നുള്ള പാഠത്തിൽ നിന്നാണ് ചോദ്യം. അഫല അകൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ. 3. ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസൻ. അതിൻ്റെ അർത്ഥം മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക. മനുഷ്യരോട് നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക. നല്ല സ്വഭാവങ്ങളിൽ നിന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഖാലിഖിൻ നാസ ബി ഖുലുഖിൻ ഹസൻ 1-ാമത്തെ പാഠത്തിൽ നിന്നാണ്. മനുഷ്യരോട് നീ നല്ല സ്വഭാവത്തിൽ സൽ സ്വഭാവത്തിൽ പെരുമാറുക. വ്യക്തമാക്കുക. 1. നബിതങ്ങളുമായി കരാറുണ്ടാക്കിയ മദീനയിലെ ജൂതഗോത്രങ്ങൾ. ബനു ഖുറൈള, ബനു കൈനുക, ബനു നളീർ. നബിതങ്ങളുമായി കരാറുണ്ടാക്കിയ മദീനയിലെ ജൂതഗോത്രങ്ങളായിരുന്നു ബനു ഖുറൈള, ബനു കൈനുക, ബനു നളീർ. 2. മൂത്തത്ത് യുദ്ധത്തിൻ്റെ കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമക്കാർ വധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമക്കാർ വധിച്ചതാണ് മൂത്തത്ത് യുദ്ധത്തിൻ്റെ കാരണം. 3. മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുത്ത് വന്ന് പറഞ്ഞത്. ഉത്തരം, സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സത്യം വന്നു, അസത്യം നശിച്ചു, നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. 4. തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ഉത്തരം, ദുഷിച്ച വിശ്വാസം, വികാരം, വിചാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. ദുഷിച്ച വിശ്വാസം, വികാരം, വിചാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. ലജ്ജ എന്നാൽ എന്ത്? ഉത്തരം, വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. 5ാം ക്ലാസ്സിലെ ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു. 5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റു വിഷയങ്ങളുടെ പൊതുപരീക്ഷയുടെ
കഴിഞ്ഞ 3 വർഷത്തെ ചോദ്യപേപ്പറിൻ്റെ വിശദമായ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.